കൂട്ടുകാരെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ട് ഒരു അടിപൊളി കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. റവ വറുത്തത് തന്നെ വേണമെന്നില്ല, അല്ലാത്ത റവയായാലും മതി. പച്ച നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റവ വറുത്തതും ഉണ്ട്, അതായാലും മതി, ഏതായാലും മതി, കുഴപ്പമില്ല. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതിനായി ഇനി വേണ്ടത് 2 മുട്ടയാണ്. രണ്ട് മുട്ട ഒട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അതിനായി ഇവിടെ 1/4 ഗ്ലാസ് പാൽ കൂടെ ഒഴിക്കുകയാണ്. അത്രയും ഒഴിച്ചിട്ടില്ല, കുറച്ചേ ഒഴിച്ചുള്ളൂ. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അതിനായി ഇവിടെ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാരയും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടാം. ഇതിൽ വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് തന്നെ ഒഴിക്കണം, വേറെ ഒന്നും ഒഴിക്കരുത്. ഇനി നമുക്കിതിൽ ചേർക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിന് വേണ്ടത് അപ്പക്കാരയാണ്. അത് ഞാൻ നേരത്തെ ഇടാത്തത്. അത് നേരത്തെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അതിന് കേക്കിനൊരു സ്പോഞ്ച് വരില്ല, അതുകൊണ്ടാണ്. പിന്നെ ബേക്കിംഗ് സോഡ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ അതും 1 സ്പൂൺ ഇടുകയാണ്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ അതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കറക്കിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കറക്കിയെടുക്കാം. കട്ടയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റിയുള്ള ഒരു കേക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ആവിയിൽ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്കിനി അതിനെ ഒന്ന് മിക്സിയിൽ വെച്ച് ഒരു കറക്കൂടെ കറക്കിയിട്ട് വരാം. അതിനായി ഇവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട്, ആവിയിലല്ലേ നമ്മൾ വേവിക്കുന്നത്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ വേവിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റീമറകത്തിട്ടിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലൊഴിച്ച് കൊടുത്താലും മതി. വെള്ളം തിളയ്ക്കാൻ വേണ്ടി തീ കത്തിച്ചു കൊടുക്കാം. അതിനായി ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട്, നെയ്യാകുമ്പോൾ ഇത്തിരി കൂടെ ഒരു ടേസ്റ്റ് വരും. നെയ്യില്ല എന്നുണ്ടെങ്കിൽ എണ്ണയായാലും മതി. നന്നായിട്ടൊന്ന് എന്നിട്ട് നമുക്ക് ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ടാപ്പ് ചെയ്യാൻ മറന്നുപോയി. അത് അതിനകത്ത് വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ അരപ്പാത്രം പോലും ഇല്ല. ഇനി ഇത് നിറഞ്ഞു വരും, ഫുള്ളാണ് വരും. ഇതിൽ കിസ്മിസ് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം നിങ്ങൾക്ക്. ഇപ്പം ഞാനിതിലൊന്നും ഇട്ടിട്ടില്ല. എന്ത് വേണമെങ്കിലും ഇടാം. തേങ്ങ വേണമെങ്കിൽ വറുത്തിടാം. അത് നെയ്യിൽ തന്നെ വറുത്തിട്ടാൽ ഇത് കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതൊന്നും ഇടുന്നില്ല. ഞാനിത്
ഇടാതെയാണ് വെക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. സൂപ്പറായിട്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരപ്പാത്രം പോലും ഇല്ലായിരുന്നു, ഇപ്പോൾ ഫുള്ള് നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കണം. തണുത്തിട്ട് നമുക്ക് അണിച്ചെടുത്താൽ മതി. സൈഡ് ഒന്നിങ്ങനെ വരഞ്ഞിട്ട് എന്തെങ്കിലും വെച്ചിങ്ങനെ ആക്കിയതിന് ശേഷം, ഇതിപ്പോൾ തണുത്തിട്ടില്ല, ഇതുണ്ടോ നല്ലതായിട്ട് ഇളകി വരും. തണുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സ്പോൺസ് പോലുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക, ഷെയറും ചെയ്യുക.